ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട്? ഇന്ന് നമുക്കൊരു ഉണക്കയില മീൻ കറി വെച്ചാലോ. ഇന്ന് നമ്മൾ കുറച്ച് ഉണക്കയില വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് പച്ചമീൻ കിട്ടിയില്ല, അപ്പോൾ ഉണക്കയില മീൻ കറിയാണ്. അതിന് ആദ്യം നമുക്ക് കുറച്ച് കഷ്ണങ്ങൾ അരിഞ്ഞ് വൃത്തിയാക്കാം. വാഴയ്ക്ക വേണം, തക്കാളി വേണം, സവോള വേണം, പച്ചമുളക്. ഇവ നന്നായിട്ട് കഴുകി അരിഞ്ഞ് വൃത്തിയാക്കി ഒരു ചട്ടിയിലോട്ട് വെച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നമ്മൾ അടുപ്പേ വെക്കണം. അടുപ്പേ വെച്ചതിന് ശേഷം അത് ഒരു തിളയ്ക്കുമ്പോഴത്തേക്കിന് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നന്നായിട്ട് യോജിപ്പിക്കണം. അതിനാവശ്യമായ തേങ്ങയും അരപ്പിനാവശ്യമായ തേങ്ങയും കൊച്ചുള്ളിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ നന്നായിട്ട് മിക്സിക്കകത്ത് കുഴമ്പ് രൂപത്തിൽ അരച്ച് അങ്ങ് കറിക്കകത്ത് വേവിച്ച് വെച്ചേക്കുന്ന കഷ്ണത്തിനകത്ത് ചേർത്ത് ഇളക്കി നന്നായിട്ട് അതൊന്ന് തിളയ്ക്കണം. ഉണക്കയില ഒരുപാട് ഇളക്കരുത്, പൊടിഞ്ഞു പോവും. ആവശ്യത്തിനുള്ള ഉപ്പേ ചേർക്കാവും. ഉണക്കമീനായതുകൊണ്ട് നല്ല ഉപ്പുള്ളതാണ്. അതിനുശേഷം പിന്നെ ഒരു പാൻ അങ്ങോട്ട് അടുപ്പേ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ചുവന്നുള്ളിയും നന്നായിട്ട് ഗോൾഡൻ കളറാവുന്നിടം വരെ മൂപ്പിച്ച് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കടുക് പൊട്ടിച്ച് നന്നായിട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ഉണക്കയില മീൻ കറിക്കകത്തോട്ട് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അതിൻ്റെ മണം കേട്ടാൽ തന്നെ നമ്മുടെ വയറ് നിറയും. നല്ല ഒരു പ്ലേറ്റ് ചോറും കഴിക്കാം നമുക്ക്. അത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ. നിങ്ങളുടെ വീട്ടിലൊക്കെ വെക്കുമോ കൂട്ടുകാരെ? പഴയ അമ്മമാരൊക്കെ വെക്കും. നല്ല ടേസ്റ്റ് അല്ലേ? ഞങ്ങളുടെ അമ്മ വെച്ച ഉണക്കമീൻ കറിയാണ് നല്ല അടിപൊളി ടേസ്റ്റിലാണ് വെച്ചേക്കുന്നത്. അതിനുശേഷം നമ്മൾ കുറച്ച് വാഴയ്ക്ക നമുക്ക് കിട്ടി. അതും കഴുകി അരിഞ്ഞ് വൃത്തിയാക്കി അതിനുള്ള അരപ്പിനുള്ള തേങ്ങയും ചെറുജീരകവും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഒക്കെ അതും മിക്സിയിലിട്ട് ഒന്ന് കറക്കി എടുത്താൽ മതി. ഒരുപാട് അരയണ്ട. ഒരു പാൻ അങ്ങോട്ട് അടുപ്പേ വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് ഇട്ട് അതും പൊട്ടിച്ച് അതിൻ്റെ കൂടെ അരിഞ്ഞ് വെച്ചേക്കുന്ന ചുവന്നുള്ളിയും ഒന്ന് മൂപ്പിച്ച് കുറച്ച് കറിവേപ്പില അങ്ങോട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന വാഴയ്ക്ക ഇട്ട് അതിനകത്തൊന്ന് മിക്സ് ചെയ്ത് ഇളക്കിയെടുത്ത് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പൂട് അങ്ങോട്ട് ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് ഇളക്കി അരപ്പും ഇട്ട് നമ്മളങ്ങ് അടച്ച് വെച്ചേക്കണം. ആവി കയറുമ്പോഴത്തേക്കിന് നമ്മുടെ വാഴയ്ക്ക ഒന്ന് വെന്ത് നല്ല ഇതാവും. ഒന്നുകൂടെ അടച്ച് വെച്ച് നമ്മളത് നന്നായിട്ടൊന്ന് ആവി കയറി ഒന്ന് ഇളക്കി കഴിയുമ്പോൾ നമ്മുടെ വാഴയ്ക്ക തോരൻ റെഡിയാവും. ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് നമ്മുടെ മക്കളൊക്കെ ഇന്ന് സ്കൂളിൽ പഠിത്തമില്ലാത്ത എല്ലാവരും വീട്ടിലുണ്ട്. അപ്പോൾ അവരെല്ലാവരും ചോറും വാഴയ്ക്ക തോരനും ഉണക്കമീൻ കറിയും കൂട്ടി ഉണ്ണുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ.